സ്ക്രോൾ ചെയ്ത് പോകാൻ വരട്ടെ. നിങ്ങൾ ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കുന്ന ആളാണോ? ഇന്നു മുതൽ അത് ഒരിക്കലും ഉപയോഗിക്കരുത്. നിങ്ങളുടെ പല്ല് ചിലപ്പോൾ പെട്ടെന്ന് നശിച്ചു പോയേക്കും. ഡോക്ടറെ ഡോക്ടറെ ഞാനാണെങ്കിൽ ഒരു 2-3 ആഴ്ച മുന്നേ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയെന്ന്. അപ്പോൾ ആ ഡെന്റിസ്റ്റ് പറഞ്ഞു പല്ലൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കേട്ട ആവേശത്തിൽ ഫ്ലോസ് മേടിച്ചിങ്ങ് പോകുന്നു. പക്ഷെ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ചോദിക്കാനേ പറ്റിയില്ല. ഡോക്ടർ ഒന്ന് പറഞ്ഞു തരുമോ ഈ ഡെന്റൽ ഫ്ലോസ് എങ്ങനെ ഉപയോഗിക്കേണ്ടിയെന്ന്? അതിനെന്താ, ഞാൻ പറഞ്ഞു തരാമല്ലോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെ ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് ഡെന്റൽ ഫ്ലോസ് വന്നിട്ട് 2 ടൈപ്പ് അവൈലബിൾ ആണ്. ഒന്ന് വന്നിട്ട് ഇതേപോലെ സ്റ്റിക്കായിട്ടുള്ള ഡെന്റൽ ഫ്ലോസും പിന്നെ ഒന്നിനും ത്രെഡായിട്ടും അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ വന്നിട്ട് ഈ സ്റ്റിക്ക് പോലുള്ള ഡെന്റൽ ഫ്ലോസ് ഉപയോഗിച്ച് എങ്ങനെ പല്ല് ക്ലീൻ ആക്കാമെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പല്ലുകളുടെ മുൻഭാഗത്ത് ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ ഈ പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ ഭാഗത്ത് വന്നിട്ട് നമ്മൾ ഈ ഡെന്റൽ ഫ്ലോസിനെ അകത്തേക്ക് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഫ്രണ്ട് ആൻഡ് ബാക്ക്, മേലോട്ടും താഴോട്ടും എന്ന രീതിയിൽ ക്ലീൻ ആക്കുക. ഒരിക്കലും ഉന്തി കയറ്റരുത്, അതായത് തള്ളി അകത്തോട്ട് ഇടിച്ച് കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുമായിട്ട് മോണെ കൊണ്ട് മുറിയാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ബാക്കിലത്തെ പല്ലുകൾ വരുമ്പോൾ ഈ 2 പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഏരിയയിൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ മുന്നും പിന്നുമായിട്ട് മൂവ് ചെയ്ത് വേണം ഡെന്റൽ ഫ്ലോസ് പല്ലിൻ്റെ ഇടയ്ക്കേക്ക് കയറ്റാനായിട്ട്. ഊരാൻ നേരം ജസ്റ്റ് വലിച്ച് റിമൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പല്ല് തേച്ചതിന് ശേഷം വന്ന് ഫ്ലോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വായുടെ ആരോഗ്യം മെച്ചപ്പെടും.